നമസ്കാരം. ദില്ലി തോൽവിക്ക് പിന്നാലെ രാജ്യഭീഷണിയുമായി പഞ്ചാബിലെ ആം ആദ്മി എംഎൽഎമാർ. മുഖ്യമന്ത്രി ഭഗവത് മാനൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് എംഎൽഎമാരുടെ നിലപാട്. അതേസമയം സാഹചര്യം മുതലെടുക്കാൻ എംഎൽഎമാരുമായി കോൺഗ്രസ് ചർച്ച തുടങ്ങി. പ്രതിസന്ധി പരിഹരിക്കാൻ അരവിന്ദ് കെജ്രിവാൾ എംഎൽഎമാരുമായി ഫോണിൽ സംസാരിച്ചു. മുതിർന്ന നേതാക്കളെ ചർച്ചയ്ക്കായി പഞ്ചാബിലേക്ക് അയച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനൊപ്പം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ കടുത്ത വിമർശനവുമായി പാർട്ടിക്കും ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിനുമെതിരെ എതിർപ്പുകൾ ഉയരുന്ന സാഹചര്യത്തിൽ AAP സഹസ്ഥാപകനും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷണും കെജ്രിവാളിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കെജ്രിവാളിന് മാത്രമാണെന്നാണ് പ്രശാന്ത് ഭൂഷൺ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ബദലായ ജനാധിപത്യപരവും സുതാര്യവുമായ ആശയവുമായി രൂപീകൃതമായ പാർട്ടിയായിരുന്നു ആം ആദ്മി. എന്നാൽ പാർട്ടിയുടെ സ്വഭാവവും ലക്ഷ്യങ്ങളും കെജ്രിവാൾ അട്ടിമറിച്ചുവെന്നും പ്രശാന്ത് ഭൂഷൺ എക്സിൽ കുറിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ കെജ്രിവാൾ സുതാര്യമല്ലാത്തതും അഴിമതിപൂർണമായതും ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാക്കി മാറ്റിയെന്നും പ്രശാന്ത് ഭൂഷൺ കുറ്റപ്പെടുത്തുന്നുണ്ട്. കെജ്രിവാൾ അദ്ദേഹത്തിന് 45 കോടി മുടക്കി വസതിയൊരുക്കുകയും യാത്രകൾ ആഡംബര കാറുകളിലേക്ക് മാറ്റുകയും ചെയ്തു. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ പ്രവർത്തന രേഖയായി തയ്യാറാക്കിയ നയ റിപ്പോർട്ട് അദ്ദേഹം ചവറ്റുകൊട്ടയിൽ എറിയുകയും സാഹചര്യത്തിനനുസരിച്ചുള്ള നയങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്നാണ് പ്രശാന്ത് ഭൂഷൺ നടത്തുന്ന വിമർശനം. അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 80% സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ച കാശുപോയി. തുടർച്ചയായി 3ാം തെരഞ്ഞെടുപ്പിലും സംപൂജിരായ കോൺഗ്രസിന്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ദുരന്താവസ്ഥയിലുള്ളത്. അവരുടെ 70 സ്ഥാനാർത്ഥികളിൽ 66 പേർക്കും കെട്ടിവെച്ച പണം പോലും നഷ്ടമായി. അതേസമയം 27 വർഷത്തിനു ശേഷം ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്ത BJP ഇനി കണ്ണുവയ്ക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലാണ്. ഈ വർഷം ഏപ്രിലാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ഡബിൾ എഞ്ചിൻ സർക്കാരല്ല, ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണ് BJP ഡൽഹിയിൽ ലക്ഷ്യമിടുന്നത്. മുനിസിപ്പൽ തലത്തിൽ കൂടി ജയിച്ചു കയറിയാൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തും കോർപ്പറേഷനിലും ഭരണം BJPയുടെ കൈവശത്തിലെത്തും. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ശക്തമാക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആകെ 250 തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരാണുള്ളത്. അതുകൂടാതെ 7 ഡൽഹി MP-മാർ, 3 രാജ്യസഭാ MP-മാർ, 14 MLA-മാർ എന്നിവർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട്. നിലവിൽ BJPക്ക് 120 കൗൺസിലർമാരും ആം ആദ്മി പാർട്ടിക്ക് 122 പേരുമുണ്ട്. എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 8 BJP കൗൺസിലർമാർ MLA-മാരായി. 3 AAP കൗൺസിലർമാരും MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. BJP കൗൺസിലർമാരിൽ മുൻകൈയിലെ ഗജേന്ദ്ര ദാൽ, ഷാലിമാർ ബാഗിലെ രേഖ ഗുപ്ത, വാസർപൂരിലെ പൂനം ശർമ്മ, നജ്ഫഡിലെ നീലം പെഹൽവൻ, രാജേന്ദ്ര നഗറിലെ ഉമംഗ് ബജാജ്, സംഗം വിഹാറിലെ ചന്ദൻ എന്നിവരാണ് നിയമസഭാ അംഗങ്ങളായത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട BJP കൗൺസിലർ രാജ്കുമാർ ഭാട്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കൗൺസിലർമാർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉണ്ടാവില്ല. മുൻ കൗൺസിലർ കമൽജിത്ത് ഷെഹാവത്ത് വെസ്റ്റ് ഡൽഹിയിലെ MP ആയതും BJPക്ക് നേട്ടമാണ്. എന്തായാലും BJP സർക്കാർ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹിയിൽ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ആരാണ് ഡൽഹി ഇനി നേതൃനിരയിലേക്ക്, അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തി അല്ലെങ്കിൽ BJP ആർക്കാണ് സ്ഥാനം കൊടുക്കുക എന്ന ചർച്ചകൾ സജീവമാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിലൊരു പൂർണ്ണമായ ചിത്രം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.